കിങ് ഫിഷ് അല്ലെങ്കിൽ രാജമത്സ്യം. പക്ഷെ നമ്മൾ നെയ്മീൻ എന്നാണ് പറയാ. എന്നാൽ ഈ നെയ്മീനാണോ നാട്ടിലുള്ളതെന്ന് എനിക്കറിയില്ല. ന്യൂസിലാൻഡിൽ ഇതിനെ യെല്ലോ ടൈൽ ആംബർ ജാക്ക് അല്ലെങ്കിൽ യെല്ലോ ടൈൽ കിങ് ഫിഷ് എന്ന് പറയും. ചൂണ്ടിട്ട് പിടിച്ചിട്ട് നമുക്ക് വീട്ടിൽ കൊണ്ടുവന്നിട്ട് പൊരിച്ചടിക്കാം. റെഡി. Fish coming on now. Life is beautiful, Anes. Ayla time now, Ayla. ജരക്കപ്പച്ചൻ്റെ അനീനാണ് കേട്ടോ അവിടെ മീൻ പിടിക്കണേ. വലിയ ബോട്ടാണ് അത്, 9 മീറ്റർ. ഫുൾ ഫാമിലി അടക്കം അവിടെ ഉണ്ട് കടലിൽ. അപ്പോൾ നമ്മൾ ഫിഷിംഗ് സ്പോട്ടിലെത്തി. അവിടെ നിന്ന് കുറച്ച് ലൈവ് എല്ലാം പിടിച്ചില്ലേ, അതിനെ കൊണ്ടുവന്നിട്ട് ഇവിടെ നമ്മൾ കിങ്ങി പിന്നെ എന്തൊക്കെ മീനാണ് കിട്ടുന്നത് വെച്ചാൽ അതിനൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ സ്നാപ്പറിനെ ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞു. ഈ സ്ഥലത്തിൻ്റെ പേരാണ് കേട്ടോ വാഷ് റോക്ക് എന്ന്. ഞാൻ ആദ്യമായിട്ടാണ് കടലിൽ വന്നിട്ട് ഒരു പാറ, അതായത് ഒരു മല കണ്ട, ആ മലയുടെ മുകളിൽ, അതായത് വെള്ളത്തിൻ്റെ അടിയിലാണ് മല, ആ മലയുടെ മുകളിൽ തിര വരുന്നത് കണ്ട അങ്ങനെയുണ്ട്. അതുകൊണ്ടാണ് അതിനെ വാഷ് റോക്ക് എന്ന് പറയുന്നത്. അത് കണ്ട നല്ല വലിയ തിര അടിക്കുന്നുണ്ട് അവിടെ. ആ പാറയുടെ മുകളിലടിച്ചിട്ട് പൊന്തണം. അതായത് ഒരു ബിഗ് ബാച്ച് ഓഫ് ഫിഷ് കൊണ്ടിട്ടാ കണ്ട. അനസ് റെഡി അല്ലേ? ഓ യാ ദാറ്റ്സ് us did. ഡെറക്കിന്റെ ബ്രദർ എത്തിയിട്ടുണ്ട്. പുള്ളി അവിടെ നിന്ന് മീൻ പിടിക്കുന്നുണ്ട്. നല്ല രസമുണ്ടല്ലേ? അടിപൊളി സ്ഥലട്ടാ, നല്ല രസം. കടലിൻ്റെ ഉള്ളിൽ തിര വരുന്ന സ്ഥലല്ലേ? കടലിൻ്റെ ഉള്ളിൽ സർഫ് ചെയ്യാം. ഈ പാറയ്ക്ക് ചുറ്റും കിങ് ഫിഷാന്ന് പറഞ്ഞ ഫുൾ ഓഫ് ഫിഷു. അടിച്ചുട്ടാ, അടിച്ചടിച്ച് എന്താ ഉണ്ട്. It's on. Yeah, come on, man. Nice and slow. Wind your drag up a bit. Yo. Good fight. Oh, good fight. വന്നിട്ട് 10 മിനിറ്റ്. യോ നല്ല പിടി പിടിക്കുന്നുണ്ടാ. He wants to go, you've got to let him go. Just less than 10 minutes, hook up, Oh, he's a big fish. Good one, Anas. Lucky fall, are you? Yeah. Let him go if he needs to. Give Gary plenty of room. Oh, yeah. Keep her. Good fish. Hey! Fast fish. Good one. Well done. Hey, brah. Hey, shake hands. Shake it. First 10 minutes മീൻ അടിച്ചേട്ടാ. Maybe a 12 kilo. 12 kilo one, probably. Yeah. It's a good size. Yeah, is it big? Not too bad. Beautiful fish right there. ഞാനൊക്കെ കിടത്തി. Oh, calm down, boy. Hold on. It's quite big. But not really, but yeah. Let them go, otherwise they break on. Yeah. Okay, you can't wind anymore, so you have to. That's legal, mate. The measurer's on top. That's the easier keeper. Yeah. Easier keeper. Yeah, we just picked up another one here out on the outside.
ചേട്ടാ രണ്ടാമത്തെ ഇത് ഞാൻ പിടിച്ചതാണ് ഇപ്പോ. ഓക്കെ, പക്ഷെ ഇത് ഇപ്പൊ പിടിച്ചത് ഏറ്റവും ചെറുത്, പക്ഷെ കീപ്പറാണ്. ഓക്കെ, put that live bait on. Thank you. I'm catching this kingy for a long time. No trouble. Okay, thank you. No trouble. Find that other one in quickly. അപ്പച്ചന്റെ ടേൺ കേട്ടോ. അതേ നല്ലത് 2 മിനിറ്റിനുള്ളിൽ അടിച്ചു. Looks like a big one, eh? Good one, that one, Gary. Good one, good one. What size? Good, good. Looks like a good one. That's unusual, Gary. That's really unusual. They're learning some skills here. I do. Yeah, look into the line. Oh, yeah. Yeah, yeah. If it's a good thing, I couldn't do the drag. Look, look, look. Oh, good fight. Oh, you snap. Shit. Might have been a shark. Good fight, huh? ചേ, അത് പൊട്ടിച്ച് പോയിട്ടാ. എന്ത് തേങ്ങയാണോ പൊട്ടിച്ചോണ്ട് പോയി. Well, that was a real bug. Maybe it's not. Gary lost it. I think it was a shark. ഗുഡ് ഫിഷ് പോയിട്ടാ. How many kilos does it look like? ഷാർക്കാണ് സംശയം. ഓ, Okay, we'll get the other rod. Shit, well, this is really strong, this line. I'll set another one up. Get the other rod and we'll get... Oh, yeah, got something too. Oh, okay, I'll do double hook up there. double hook up. Johan, Coming up here, there's a double hook up. if I can video you. Get these, you're going to have to be nice and gentle. Good one, good one. ഞാൻ എടുത്ത കേട്ടോ. നമുക്ക് ഡബിൾ ഹുക്കപ്പ് അടിച്ചു. ഓക്കെ, ഞാൻ ഉള്ളിക്ക് കൊടുത്തു, ഇല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഡബിൾ ഹുക്കപ്പ് ഒക്കെ ഉണ്ടാകുമ്പോൾ വീഡിയോ എടുക്കണ്ടേ. ഗുഡ് ഫൈറ്റ്, ഗുഡ് ഫൈറ്റ്. That's the one, boys. Good fight. I can get the gap. അനസേ കളയല്ലേട്ടാ. ഫൈറ്റ് ചെയ്തോ, ഫൈറ്റ് ചെയ്തോ. കരയരുത്. കമോൺ. Smoking. Good fight, good fight. Look at that. That's a big fish, man. Honest, it's a big fish. 2 of them. നല്ല ഫണ്ണായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. 3 എണ്ണം ശരിക്കും ഒരുമിച്ച് അടിച്ചു. ആദ്യത് വിട്ടുപോയി. 2 എണ്ണം അപ്പൊ ഫുള്ള് കിങ്ങിൻ്റെ വടിയിൽ ഇല്ല. ഓഹോ, ഗുഡ് ഫൈറ്റ്, ഗുഡ് ഫൈറ്റ്. 2 സൈഡിലും ചട്ടവട്ടാന്ന് കേട്ടാ. നല്ല വലിയ മീനാന്ന് നമ്മൾ കണ്ടിട്ട്. എങ്ങനെ പോയാലും ഒരു 15 കിലോ ഉണ്ടാവില്ലേ? മോൻ കാണുമ്പോ അറിയാണ്ട് കേട്ടോ 15 കിലോ ഉണ്ടാവുന്ന. I think Gary got the biggest one. You can see it. Can you see it? Can you stand on the other side? Yeah, I will. Not that big, but Still a keeper. definitely. അനസിന്റെ മീനിനെ പോക്കുണ്ട് കേട്ടോ അവിടെ നിന്ന്. അപ്പുറത്തെ അപ്പച്ചന് നല്ല സൂപ്പർ സാധനം അടിച്ചിട്ടുള്ളു. Yeah. Got him? It's a good fish. Beautiful. Oh God. Can you see your fish, Gary? Eh? Don't get Gary. You're a fish. Just do the last bit well, Gary, otherwise you'll lose it. Yeah. You don't want to lose the big fish? This looks like a good fish, Gary. Don't miss it. Don't miss it. I can see it. I can see it. Good fish? Go, Gary. Watch out. Derek, the gift. Yeah, Mina didn't. Oh, good fish. Good fish. Oh, big one. Big one. Oh, look at the size. Bloody hell.
Look at the good fish. Bleed them, Derek. Ah, genau. Look at the size of it. Bloody hell. We have to shake hands on that one. The good one there, good fish. The big fish too. Mean. Yeah, beauty. Look at that fish. Ah. അവർക്ക് കാണിച്ചു കൊടുക്കട്ടാ. ഇവിടുന്ന് അവരെ കൊച്ചുമോനുണ്ട് അവിടെ നിന്ന് ചോദിക്കുക. ഗുഡ് ഫിഷ്. അനസേ എത്ര എണ്ണം പിടിച്ചു രാവിലെ? മൊത്തം 5, 2 ഞാൻ. ആ ഞാൻ എത്ര എണ്ണം പിടിച്ചു? 2 എണ്ണം അല്ലേ? അല്ല 2 എണ്ണം അല്ലേ? ലഞ്ച് ടൈമാണ് കേട്ടാ. ഞാൻ ഛർദ്ദിക്കാൻ വന്നിട്ട് കിടക്കായിരുന്നു. അത് കാരണം ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായില്ല ചേട്ടാ. ഇന്ന് എന്താ നോക്കി തീരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണില്ലേ. ഭയങ്കരമായിട്ട് ഛർദ്ദിക്കാൻ വരികയാണ്. ഈ ഛർദി മാറ്റുന്ന എന്തെങ്കിലും വകുപ്പ് ഇതൊക്കെ ഒട്ടിച്ചിട്ട് ഞാൻ വലിച്ച് തൂരിക്കളഞ്ഞു. തലയ്ക്ക് പ്രാന്തായി. അങ്ങനെ എന്തെങ്കിലും വകുപ്പ് നിങ്ങൾക്ക് ഇങ്ങനെ അറിയിച്ചെങ്കിൽ എന്നേക്കായിട്ട് മാറണേ. ഒരു കയ്യോ കാലോ അതിന് വേണ്ടി നഷ്ടപ്പെട്ടാലും വേണ്ടിയില്ല. അല്ല സാറിന്റെ ഒറ്റ കൈ വെച്ച് പിടിക്കാലോ. അതിനുള്ള താക്കത്ത് എനിക്കുണ്ടല്ലോ. അപ്പോൾ നീ കുറച്ചുകൂടി പോണ വഴിക്ക് ട്രൈ ചെയ്യാന്ന് പറഞ്ഞു. നമ്മുടെ ചില്ലി പിന്നെ മുകളിലാണ് കേട്ടോ ഇതൊക്കെ വെച്ചിട്ടുള്ളത്. കാരണം മീൻ കാണിച്ചു തരാൻ പറ്റില്ല. Something good fish. Oh. Yeah, I just he was coming in. Big fish. Come on. Kimbali വേണോ? വേണ്ടി വരും. That's a good fish. Play them well. വലിയൊരു ഫിഷ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ തലയുടെ മുകളിൽ ഗോപ്രോ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ കിട്ടുന്നു വിചാരിക്കണു. ലഞ്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിയുള്ളൂ. അപ്പൊ തന്നെ അടിച്ചു. ബിഗ് ഫിഷ് ആക്ച്വലി. Look like a tuna to me. It's a tuna. It's not a king. ഭയങ്കര വലിയ മീനാട്ടാ. ഞങ്ങൾ പോയിന്ന് വിചാരിച്ചു ഈ സാധനം. എന്നിട്ട് വെറുതലായി നമ്മുടെ അടുത്തേക്ക് സ്വിം ചെയ്ത് വരുമായിരുന്നു. അപ്പുറത്ത് നമ്മുടെ അനിയൻ്റെ ബോട്ടിൽ അടിച്ചിട്ടുണ്ട്. ഈ ഇതിൻ്റെ തല പോണൊക്കെ. ഓ good fight. That's the one, Hannes. Yeah, take your time. Don't lose him. It's a good fish. Your personal best, man. Your personal best. Oh. Only way you're going to get that fish is by playing it. Yeah, tired. Make him tired. Make him tired. Don't fight too hard. That's the one, Hannes. That's the one. That looked like a big one, Finn. Oh, I can see the fish now. He is coming. എന്താണ് സാർ ലഞ്ചിന്റെ എനർജി മൊത്തം കിട്ടിയാ? തീരോ? That's a good fish. Come on. Fuck a big fish. Look at that. Fuck. Fucking big. Hey. That's a good fish. നോക്കേണ്ട സൈസ്. That's a 20 kilo one. നോക്കിയ ഹുക്ക് ജസ്റ്റ് ഹുക്ക് പോയിട്ടുള്ളൂട്ടാ. ജസ്റ്റ് ഹുക്ക്. Don't let him go. പുള്ളിയുടെ എത്ര സൈസ് നിന്റെ ബെസ്റ്റ് അല്ലേ ഇത്? His personal best. Beautiful. That's a good spot. It's a good spot. We need to try again there. Beauty. You photo cut out of the game? Oh, looks pretty monster. Beautiful one. Look. Hey, migrate show up part of the Good fishing. നമ്മൾ തിരിച്ച് ഹാർബറിലെത്തിയിട്ടാ. ബ്രദറിൻ്റെ ബോട്ട് വരുന്നുണ്ട്. കണ്ട അവർ ആങ്കർ ചെയ്യുന്നുണ്ടാ. ഇവിടെ ഇട്ടിട്ട് മീൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാ. അപ്പച്ച നമ്മുടെ കഴിഞ്ഞ വീട്ടിൽ ക്ലീൻ ചെയ്യുന്ന കണ്ടില്ലേ അതുപോലെ. How was it? Bad, eh? The last one was a quite big one, eh? Did Finn get it? അതൊക്കെ പക്ഷേ ക്ലീൻ ചെയ്യാട്ടോ. ദിസ് ഈസ് ദ ബിഗ്ഗസ്റ്റ് വൺ. നമ്മൾ മൊത്തം 6 തന്നെ പിടിച്ചിട്ടാ. ഈ കിടക്കണണ്ട അതിലേറ്റവും വലുതാണ് ഈ കിടക്കണത്. ഏതാണ്ട് 20 കിലോ ഉണ്ടാവും കേട്ടോ ഇത്. You look at that. How's that? Worth a bloody photo, eh? Hang on, I take a photo. Hang on. ഇതൊക്കെ നമ്മുടെ അപ്പച്ചൻ്റെ കയ്യിൽ അസെൻഡ് ചെയ്യേ. 1 second. Hang on. I take a photo. അപ്പച്ചനെ എടുക്കാൻ പോലും മേലാട്ടാ.
കിങ് ഫിഷിനെ പിടിക്കാൻ പോയിട്ട് ഇത്രയ്ക്കധികം കിങ് ഫിഷ് കിട്ടുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ പകുതിയിലധികം സ്രാവ് കൊണ്ടുപോകില്ല പതിവ്. പക്ഷേ എൻ്റെ അവസ്ഥ ഭയങ്കര ശോകമായിരുന്നു. തീരെ വയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് പോകുമ്പോൾ ഫ്ലൂ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ പാച്ച് ഒട്ടിച്ചു. ഫുൾ ടൈം കടലിൽ ചെന്നപ്പോൾ 4 നോട്ട്സ് വിൻഡ് ഉള്ളതെന്ന് വിചാരിച്ച്. പക്ഷേ എങ്ങനെയോ ഭയങ്കര തിരയുണ്ടായിരുന്നു, കുറച്ച് ചോപ്പിയായിരുന്നു. ഞാൻ 2 മിനിറ്റ് പിടിച്ചപ്പോൾ ഞാൻ കിടന്നു കഴിഞ്ഞു. ഇതിൻ്റെ ഇടയിൽ കുറച്ച് നല്ല അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു മീൻ പിടിച്ചിട്ട് കടലിൻ്റെ അടിയിലേക്ക് പോയിട്ട് ചൂണ്ട അവിടെ കൊളത്തി വെച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗാരി അപ്പച്ചൻ താഴേക്ക് ഡൈവ് ചെയ്ത് പോയിട്ട് ആ മീനിനെ അവിടെ നിന്ന് റിലീസ് ചെയ്യിപ്പിച്ചു. ഇതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, അണ്ണൻ കേട്ടപ്പായിരുന്നു കേട്ടോ. ഓക്കെ, നമ്മൾ മീനിനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല സൂപ്പർ 2 ഫില്ലറ്റ് ഞാൻ അടുത്ത ദിവസം റോ കഴിക്കാനായിട്ട് അപ്പച്ചൻ സ്ലൈസ് ചെയ്തിട്ട് കിങ് ഫിഷ് നമ്മൾ കഴിഞ്ഞ ദിവസം ട്രവേളി കാട്ടി. അതുപോലെ നമ്മുടെ ഫുൾ ടീമിൻ്റെ ഒപ്പം നമുക്ക് കഴിക്കാം. അപ്പോൾ ഞാൻ അതിൽ ഫ്രിഡ്ജിൽ മെച്ചൂർ ചെയ്യാൻ വയ്ക്കുകയാണ്. ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണ്, അടുത്ത് വെള്ളിയാഴ്ചയാണ് നമ്മളിന് കഴിക്കാൻ പോകുന്നത്. അത്രയും ദിവസം ഫ്രിഡ്ജിൽ ഇങ്ങനെ ഫ്രീസറിലല്ല കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് ടെൻഡർ ആയതിനു ശേഷം നമുക്ക് കഴിക്കാം. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഫില്ലറ്റിനെ നമുക്കൊന്ന് പാൻ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നല്ല ഓയിലൊക്കെ ഉണ്ട്, നല്ല നെയ്യുള്ള ബ്യൂട്ടിഫുൾ പീസാണ് കേട്ടോ. വെള്ളം ഞാൻ തൊടിയിപ്പിച്ചിട്ടില്ല കേട്ടോ. നല്ലൊരു അടിപൊളി പീസ് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഓ look at that piece, beautiful. കേട്ടാ, കഷ്ടി ഒരു 240 ഗ്രാം ഉണ്ടാവും കേട്ടോ. ഗുഡ് പോർഷൻ. നമുക്കിതിനെ വളരെ സിമ്പിളായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഓക്കെ, ബ്യൂട്ടിഫുൾ. ഇനി മീൻ കുക്ക് ചെയ്യുമ്പോൾ ഞാനിന്ന് അവരുടെ വീടിൻ്റെ പടിക്കൽ കഴിഞ്ഞ വീഡിയോയിൽ കാട്ടിയില്ലേ വാൾനട്ട് പുതിയ ബാച്ച് ഉണ്ടായിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ റെഡി ആയിട്ടില്ല കേട്ടോ, നന്നായിട്ട് കുറച്ചുകൂടി ഉണങ്ങാണ്ട്. പക്ഷെ ഞാനത് പറക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ വാൾനട്ട് ക്രഷ് ചെയ്തിട്ട് ആ നട്ട്സ് ഞാൻ കുറച്ച് ബട്ടറിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ വാൾനട്ട് ബട്ടർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യണമെന്ന്. ഓക്കെ ഓക്കെ, ദിസ് വൺ നൈസ്. എനിക്ക് കണ്ടപ്പോൾ നല്ല കൗതുകം തോന്നി. ബ്യൂട്ടിഫുൾ. കുക്കിംഗ് ടൈം. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ട്, കുറച്ച് ഒലിവ് ഓയിൽ. ഇനി പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ മീനിനെ അങ്ങോട്ട് പ്ലേസ് ചെയ്യുക. ഒരു സൈഡ് നന്നായിട്ട് കുക്കാവട്ടെ കേട്ടോ. ശ്രദ്ധിക്കുക, ഈ മീൻ അധികം കുക്കാവാൻ പാടില്ല കേട്ടോ. അതെന്താണെന്ന് ഞാൻ ഈ കഴിക്കുന്ന സമയത്ത് പറയാം. ജസ്റ്റ് ഒരു മിനിറ്റ് മാക്സിമം 2 സൈഡും വേവിച്ചെടുത്താൽ മതി. ദേ ഇപ്പം നോക്കിയേ, കണ്ടാ ഇതിൻ്റെ ഉള്ളിൽ റോ, സൈഡ് വെന്ത് വന്നു. കണ്ടാ, ഇനി നമ്മൾ ഈ മീനിനെ തിരിക്കുന്നില്ല കേട്ടാ. ഈ സമയത്ത് കുറച്ച് ബട്ടർ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് തൈം, ഇനി നമ്മുടെ വാൾനട്ട്. കണ്ടാ, ഓക്കെ. ഇനി ഈ ബട്ടറിൽ ഈ തൈമിൻ്റെ ഇതിൻ്റെയൊക്കെ ഫ്ലേവർ ഒന്ന് നമുക്കിതിനെ ബേസ്റ്റ് ചെയ്യണം. ഞാൻ തീ ഓഫ് ചെയ്തു കേട്ടാ. ഇനി ഇതിനെ കുക്ക് ചെയ്യിക്കണ്ട. ഓക്കെ, ഇടത്ത കൈ കൊണ്ട് പറ്റില്ല കൂടുതൽ. ലാസ്റ്റ് കുറച്ച് പെപ്പർ ഇല്ലെങ്കിൽ കുരുമുളക് കരിയും. കുറച്ചുകൂടി ഉപ്പ് ഈ സോസിലേക്ക് ഇട്ടാ. മീനിലൊക്കെ എപ്പോഴും കുറവ് ഉപ്പ് ചേർക്കുക. ഓക്കെ, നമുക്കിനി ഉപ്പ് ചേർത്തതിന് ശേഷം ഇതിപ്പോൾ വീഡിയോ എടുത്തിട്ട് കുക്ക് ചെയ്തത് കൂടി പോട്ടെ കൊണ്ട്. ഓക്കെ, നമ്മുടെ മീൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതേ ഞാൻ ആ മീനിൻ്റെ മുകളിലേക്ക് ഇടാനായിട്ട് ചെറിയൊരു കച്ചുമ്പർ അല്ലെങ്കിൽ ചെറിയ ഒരു ഡ്രസ്സിങ് പോലത്തെ ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ട്. കാരണം അപ്പച്ചൻ സെസിമി ഓയിലും സോയ സോസ് ഉപയോഗിച്ചിട്ടില്ലേ പച്ചയ്ക്ക് കഴിക്കാറ്. അപ്പോൾ ആ ഒരു ബേസ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഒരു പോൺസൂൻ്റെ ഒക്കെ ഒരു സ്റ്റൈലിൽ ചെറിയൊരു കച്ചുമ്പർ. നൗ മിക്സ്. കണ്ടാ, ഈസി ആട്ടോ അത് ഉണ്ടാക്കാനായിട്ട്. നല്ല ഗ്രില്ല് ചെയ്ത ഫിഷിൻ്റെ കൂട്ടത്തിലൊക്കെ കഴിക്കാൻ നല്ല സൂപ്പർ കച്ചുമ്പർ അല്ലെച്ചെങ്കിൽ ഒരു ഡ്രസ്സിങ് ആണിത്. ഓക്കെ, ഒരു ഏഷ്യൻ ഫ്ലേവറും ഉണ്ടോ. ബ്യൂട്ടിഫുൾ. കാണാനും നല്ല രസമുണ്ടെന്ന് ഗോൾഡ് പറഞ്ഞു. ഇന്നേക്കാൾ രസമുണ്ടോ ഗോൾഡേ? നൈസ്. തിന്നുമ്പം പറയാം. ഇനി നമുക്ക് നമ്മുടെ ഫിഷിനെ ലൈറ്റായിട്ടൊന്ന് പ്ലേറ്റ് ചെയ്യാം. ഇതേ നമ്മുടെ ഫിഷ് നോക്കിയാൽ, ഈ ഫിഷിൻ്റെ ഉള്ളിലത്തെ കണ്ടീഷൻ ഞാൻ നമുക്ക് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നോക്കിയേ, കണ്ടാ, എന്താ പറയുക, അണ്ടർ കുക്ക്ഡ് അല്ലേ? അണ്ടർ കുക്ക്ഡ്. എനിക്ക് പക്ഷേ ഇത് ഓവർ കുക്ക്ഡായി. ഇത്രയും തന്നെ കുക്ക് ചെയ്യാൻ പാടില്ലായിരുന്നു. ഇവിടെ വെച്ചിട്ടാണ് ആയത്. ഈ കുക്കിങ്ങിൽ നിൽക്കണം. ഈ സൈഡ് കാണുന്നുണ്ടോ നിങ്ങൾ? ഇവിടെ നിൽക്കണം. ഇത്രയും കുക്ക് ആവരുത്. ഓക്കെ, സ്റ്റിൽ നമുക്ക് സെൻറ്ററിൽ കുറച്ച് റോയ് ഉണ്ട്. ദാറ്റ്സ് റോയ്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ പൊട്ടറ്റോ മാഷോ അല്ലെങ്കിൽ എന്തെങ്കിലും റൈസോ ഒക്കെ വയ്ക്കട്ടാ. ഇന്ന് ഞാൻ ജസ്റ്റ് ഓൺലി ഫിഷ്. ഓക്കെ, ലൈക്ക് ദാറ്റ് ആൻഡ് ലൈക്ക് ദിസ്. ഓക്കെ, ഞാൻ പ്ലേറ്റിനെ ഒന്ന് തിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ സൈഡ് ആ കുക്ക് ചെയ്തിട്ടുള്ളത് കാണാൻ പറ്റും. അതാണ് ആ ഹോൾ കോൺസെപ്റ്റ്. കാണില്ല ഇപ്പോൾ? നൗ ദേ ബ്യൂട്ടിഫുൾ സോസ് ആൻഡ് കച്ചുമ്പർ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇടാൻ പോകണം കേട്ടോ. ദേ നന്നായിട്ടുണ്ടായിക്കോട്ടെ. എങ്ങനെയാണോ വീണേ അങ്ങനെ വീഴട്ടെ. ബ്യൂട്ടിഫുൾ. കുറച്ചും കൂടെ സോസ് എനിക്ക് ഇങ്ങനെ ഒഴിക്കാം. ഇനി ഫിഷിൻ്റെ കൂട്ടത്തിൽ പോണ മറ്റടിപൊളി സംഭവമല്ലേ ബട്ടർ. അപ്പോൾ നമ്മുടെ വാൾനട്ടി ബട്ടർ, ഗോൾഡാണ് ആ പേരിട്ടത്, വാൾനട്ടി ബട്ടർ അല്ല ഗോൾഡേ?
യുവർ സ്കില്ലേ ടു മച്ച്. സോ പ്ലെൻറ്റി ബട്ടർ പോട്ടെ. ഓക്കെ, ബ്യൂട്ടിഫുൾ. കുറച്ചുകൂടി പുളി വേണമെങ്കിൽ ഒരു ലിമോൺ. ബ്യൂട്ടിഫുൾ. ഇനി നമ്മൾ കുക്ക് ചെയ്യുമ്പോഴായിട്ടുള്ള നമ്മുടെ തൈമില്ലേ, ലെറ്റ് ദ തൈം ഇൻ ദ മിഡിൽ. ഓ അതാ വയ്ക്കുന്ന രസമുണ്ടോ ഉള്ളത്? ലുക്സ് ബ്യൂട്ടിഫുൾ. ഓക്കെ, ലവ്ലി. നോക്കിയേ എന്താ അടിപൊളിയാണ്. ഇതിന് ടെക്സ്റ്റേഴ്സ് നോക്കിയേ. ടൊമാറ്റോ ഉണ്ട്, പുളിരസമുണ്ട്, സോയയുടെ ടേസ്റ്റ് ഉണ്ട്, ലിമോൺ ഉണ്ട്, നട്ടുണ്ട്, ബട്ടർ ഉണ്ട്. ആൻഡ് സോ ഫ്രഷ് ഫുൾ ഓഫ് ലവ് ആണ് ഇവിടെ മെൽട്ടായിട്ടിരിക്കണത്. എപ്പിടി ഇരിക്കീങ്ക? നല്ല ഓമ അടിപൊളിയല്ലേ? താഴെ വയ്ക്കണ രസം ഗോൾഡ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്നാലും എൻ്റെ മുഖവും പ്ലേറ്റും കൂടിയിട്ട് ഇങ്ങനെ പിടിക്കാം. സോ വെരി സിമ്പിൾ കുക്കിംഗ് ആണ് കേട്ടോ. സിമ്പിൾ, വെരി സിമ്പിൾ. എത്ര സമയം വേണം? വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് എൻ്റെ മൗത്ത് ഫുൾ ഓഫ് ലവ് കിട്ടും നമുക്ക്. ഓക്കെ, ബ്യൂട്ടിഫുൾ. നമുക്ക് ഇനി തിന്നാം. കത്തി കടാരിയൊന്നും ഞാൻ എടുക്കണില്ല കേട്ടോ. ഞാൻ നമ്മുടെ കൈ കൊണ്ടാണ് തിന്നാൻ പോണേ. ഓക്കെ ഓക്കെ, അതെ സോസിൽ മുക്കുന്നു. ഓക്കെ, ബ്യൂട്ടിഫുൾ. ഇച്ചിരി താന്നൊക്കാവോ? ആ ഫിഷിൻ്റെ ലെവലിലോട്ട് താഴട്ടെ. ആ ഞാനങ്ങനെ മീനിൻ്റെ ലെവലിലേക്ക് ഞാൻ താവാം. ഇച്ചിരിയുടെ ഇനി താവണ ഇത്ര താന്ന് ഞാൻ ഇനി കടലിൻ്റെ അടിയിലേക്ക് പോയിട്ട് നീന്തേണ്ടി ഒരു മീൻ്റെ കൂടെ. കച്ചുമ്പറൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഫോർ ബിഗ് ബൈറ്റ്. ഓ ചാറിൽ മുക്കണം വരുമ്പോൾ ഓ ആ സോസ് ഭയങ്കര അടിപൊളി. പറയാൻ വാക്കുകളില്ല കേട്ടോ. I can eat this all day. മോനെ ഇത് സോൾഡ്. അപ്പം ഞങ്ങളെന്ത് ചെയ്യും? എനിക്കിത് തിന്നാമ എല്ലാ ദിവസവും. നിനക്കും തിന്നാം. നീ തിന്നാ ഓ ഗുഡ്. ഭയങ്കര അടിപൊളി. ഞാൻ ഗോൾഡനും പിങ്ങുനും വിളിക്കട്ടാ. അവർക്ക് അങ്ങനെ നോക്കാം. ആ നട്ടില്ലേ, വാൾനട്ട് ഇട്ടിട്ടുള്ള ബട്ടർ ഭയങ്കര ടേസ്റ്റ്. ഗോൾഡിക്ക് നല്ല സ്പൂൺ ഇട്ട് കൊടുക്കട്ടോ. ആ ഗോൾഡിക്ക് നട്ട് ഭയങ്കര ഇഷ്ടമാണ്. Like I have another type of liking. The other one. നല്ല സോസ്. നല്ല സോസ് കിട്ടും. അടിപൊളി സോസ്. ഈ പോൺസിൻ്റെ ഒക്കെ പോലെ. നമ്മളെനിക്ക് വന്ന റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിച്ചാൽ നല്ലൊരു ഇതിനുള്ള പോർഷൻ ഉണ്ട്. ഇത് നല്ല പോർഷൻ ഉണ്ട്. മീൻസ് അങ്ങനത്തെ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റാൻഡേർഡ് ഫുഡ്. ഇതുവരെയുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റാൻഡേർഡ് അല്ലേ? എടി മിഷലിൻ സ്റ്റാർ ആടി. മിഷലിൻ സ്റ്റാർ Delicious. ഇമ്പ്രൂവ് ആയിരുന്നോ? ഇമ്പ്രൂവ് ആയൊന്നുമില്ല. ദ ക്വാളിറ്റി ഓഫ് ദ ഫിഷ് ഈസ് സോ ഗുഡ് ആണ്. അത്രയും ഫ്രഷ് ഫിഷാണത്. അതാണ് ആ ഫിഷ് ഇത്രയും ടേസ്റ്റ് തരുന്നത്. ഇനി കഴിഞ്ഞ ദിവസം സാൽമണിൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ കമൻറ്റ് അടിച്ച് ചോദിച്ചു ഈ മീൻ വെന്തിട്ടില്ല, അണ്ടർ കുക്ക്ഡ് ആണെന്ന്. എപ്പോഴും മനസ്സിലാക്കുക, സാമൺ പോലെയുള്ള മീനുകൾ അതല്ലെങ്കിൽ ചെതമ്പലില്ലാത്ത നമ്മുടെ ഇന്ത്യൻ കറി വെക്കുന്ന മീനുകൾ നമ്മുടെ ധാരണയിൽ അണ്ടർ കുക്ക്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് അണ്ടർ കുക്ക്ഡ് ആണ്, ഉള്ളു വെന്തിട്ടില്ല, പച്ചയാണ്. പക്ഷേ ദിസ് ഈസ് ദ വേ. വലിയ മീനുകൾ, അതായത് ചെതമ്പലില്ലാത്ത മീനുകൾ ഇവിടെ മറ്റുള്ള രാജ്യക്കാരൊക്കെ ജസ്റ്റ് കുക്ക് ചെയ്തിട്ട് ആ സീർ ചെയ്യാന്നാ പറയുക. സീർ കഴിക്കുക. എക്സാമ്പിളിന് ട്യൂണ, കിങ് ഫിഷ്, ഹപ്പുക്ക, സ്പോട്ട് ഫിഷ്, ട്യൂണയുടെ എല്ലാ കാറ്റഗറിയും ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഐക്കൂറ പോലത്തെ മീനുകളൊക്കെ നമ്മൾ ശരിക്കും കറി ഉണ്ടാക്കി കഴിക്കുന്നവരാണ്. നമ്മുടെ കറി എന്ന് പറഞ്ഞാൽ നമ്മുടെ കുക്കിംഗ് എങ്ങനെയാണ്? ബോയിൽ ചെയ്തിട്ട് 100 ഡിഗ്രിയിൽ ഇങ്ങനെ വെന്ത് ഉടച്ചിട്ടുള്ള കറികൾ ഇഷ്ടപ്പെട്ട ആളുകൾ. അതുകൊണ്ടാണ് ചെതമ്പൽ മീൻ അധികം കറി വയ്ക്കുക ഉപയോഗിക്കാത്തത്. കാരണം എന്താ? പൊടിഞ്ഞു പോവും. പക്ഷെ ട്യൂണ പോലെയുള്ള അല്ലെങ്കിൽ ആംബർജാക്ക് പോലെയുള്ള അതിനെയൊക്കെ ജസ്റ്റ് ഒന്ന് ഗ്രില്ല് ചെയ്തിട്ട് ആ സീർ ചെയ്തിട്ട് അതിൻ്റെ ഉൾവശം കച്ചയായിട്ട് അതിൻ്റെ കൂട്ടർ, അല്ലെങ്കിൽ എന്താണെന്നറിയോ, ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും, നമുക്ക് മീൻ കഴിക്കാൻ പറ്റില്ല. ഓക്കെ, സോ പേഴ്സണൽ പ്രിഫറൻസ് അല്ല, ദിസ് ഈസ് ആക്ച്വലി അണ്ടർ കുക്ക്ഡും അല്ല, ദിസ് ഈസ് പെർഫെക്റ്റ്ലി കുക്ക്ഡ്. അതുകൊണ്ടാണ് ഞാൻ ഈ വലിയ പീസ് മീൻ ഒരിക്കലും ഓവർ കുക്ക് ചെയ്യാതെ ഇങ്ങനെ വെച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ നല്ല ഫ്രഷ് മീൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും ഒരിക്കലും പുഴമീൻ പച്ചയ്ക്ക് കൊണ്ടുപോയി കഴിക്കരുത് കേട്ടോ. കാരണം പുഴമീൻ പച്ചയ്ക്ക് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇൻഫെക്ഷനും കണ്ടാമിനേഷനൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഏറ്റവും ബെസ്റ്റ് കടൽ മീനാണ് റയർ, അതല്ലെങ്കിൽ റോ കഴിക്കാൻ നല്ലത്. എപ്പോഴും മേക്ക് ഷുവർ നിങ്ങൾക്ക് ഫ്രഷായി കിട്ടിയിട്ടുള്ള മീൻ ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ മാത്രം
ഇങ്ങനെ ട്രൈ ചെയ്യുക. അതല്ല വെച്ചെങ്കിൽ കുക്ക് ചെയ്തിട്ട് തന്നെ കഴിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇനി ഓടി ചെന്നിട്ട് പച്ചമീൻ ഇപ്പോൾ കേടായ മീൻ പച്ചക്ക് കുത്തി വെച്ചിട്ട് എന്തെങ്കിലും ജജീനും കുജീനും ഒന്നായിട്ട് എന്ത് പണിയെ കട്ടി ചേട്ടാ എന്ന് പറഞ്ഞിട്ട് വരരുത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തോളം കാണാൻ മതിയായിരിക്കും. ബൈ ഫോർ നൗ, ബൈ പുപ്പാ. ഇനി ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം. ഞാൻ കൊണ്ടുവന്ന മീനില്ലേ, അതിൻ്റെ കുറച്ച് എല്ല് ഉണ്ടായിരുന്നു. ആ എല്ല് ഉപയോഗിച്ചിട്ട് ഇവിടെ ഞാൻ സ്റ്റോക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എപ്പോഴും ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന എല്ലുകൊണ്ട് സ്റ്റോക്ക് ഉണ്ടാക്കും. അത് ഞാൻ ബിരിയാണി പോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അത് കൂടാതെ ഞാനിവിടെ കുറച്ച് അതിൻ്റെ കോളർ ബോണൊക്കെ ഇല്ലേ ഫില്ല് ചെയ്യുന്ന സമയത്ത് ബാക്കി വന്നതാണ് കേട്ടോ. ഈ കോളർ ബോണിൽ നല്ല നെയ്യുള്ള കാരണം അങ്ങനെയുള്ള പീസുകളൊക്കെ നമുക്ക് ഈ നന്നായിട്ട് സ്മോക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈ സ്മോക്ക് ചെയ്തെടുത്ത പീസ് കുട്ടികൾക്ക് സാൻഡ്വിച്ചിന്, നമുക്ക് സാൻഡ്വിച്ച് ലഞ്ച് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുക കേട്ടോ. കുറച്ച് കാലം ഏതാണ്ട് അപ് ടു എ വീക്ക് ഫ്രിഡ്ജിൽ സൂപ്പറായിട്ടിരിക്കുന്ന നല്ല ബെസ്റ്റ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു സംഗതിയാണ്. ലുക്ക് അറ്റ് ദാറ്റ്, എന്ത് സൂപ്പർ ഫാറ്റി പീസാന്ന് നോക്കിയേ. ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ ഒന്നും കൂടി ഇതൊന്ന് കട്ടയോ, അപ്പോൾ നാളെ ഒക്കെ ഇട്ട് നല്ല സൂപ്പർ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി സംഭവമാണ് കേട്ടോ. സ്മോക്ക് ചെയ്തെടുത്തിട്ടുള്ള ഇതിൻ്റെ ഷോൾഡർ ബോൺ എന്ന് പറയുന്നത്. ലുക്ക് ബ്യൂട്ടിഫുൾ. ഞാൻ കുറച്ച് ഇതിൽ സോയ സോസും പിന്നെ കുറച്ച് ഷുഗറും ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല ജ്യൂസി. ഞാൻ 82 ഡിഗ്രിയിലാണ് വേവിച്ചത്. കുക്കിങ്ങിന് ശ്രദ്ധിക്കുക, എല്ലാ സാധനങ്ങളും വേവിച്ച് തിളപ്പിക്കലല്ല, ഓരോന്നിനും അതിൻ്റേതായ രീതിയുണ്ട്. അതുപോലെ നമ്മൾ എൻജോയ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൽ വ്യത്യാസം മനസ്സിലാവും. അല്ലാണ്ട് എല്ലാത്തിനെയും കറിവൽക്കരിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ വറക്കവൽക്കരിക്കേണ്ട കാര്യമില്ല. അതാണ് ശരിക്കുള്ള സംഭവം. ബ്യൂട്ടിഫുൾ. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആ മീൻ ഉപയോഗിച്ചു. തൊലി മാത്രമേ ഞാൻ കളഞ്ഞിട്ടുള്ളൂ, ബാക്കി എല്ലാം ഉണ്ട്. ബിരിയാണിക്കുള്ള വെള്ളം, സ്മോക്ഡ് ഫിഷ്, pan fried fish, raw fish coming. Beautiful. Come on. ഇനി നിങ്ങൾക്ക് കുക്ക് ചെയ്ത് തരാം.